ഹോമിലെ എക്സാം ഡോക്യുമെൻറ്സിലുള്ള bg.sifz എന്ന ഫയൽ സിൻഫി സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് ദൂരേക്ക് പറക്കുന്ന വിമാനത്തിൻ്റെ ആനിമേഷൻ തയ്യാറാക്കുക. സൂചനകൾ: വിമാനത്തിൻ്റെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ plain.png എന്ന ചിത്രം ഉപയോഗിക്കുക. ദൂരേക്ക് പോകുന്തോറും വിമാനത്തിൻ്റെ വലിപ്പം ചെറുതായി വരുന്ന രീതിയിലാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടത്. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഇതിൻ്റെ ഇംഗ്ലീഷ് ചോദ്യം: യൂസിംഗ് ദി ഓപ്ഷൻ ഫയൽ ഓപ്പൺ in Sinfi Studio Software, open the file bg.sifz given the folder exam documents in home and prepare the animation of an aeroplane flying away as per the instruction given below. For the image of aeroplane, use the image plain.png given in the folder images 10 in home. The animation should be done in such a way that the size of the plane gets smaller as it moves away. Run the animation. Export the animation to FLV format and save it in exam 10 folder in home with your register number _ question number as the file name. ആദ്യം സിൻഫി സ്റ്റുഡിയോ തുറക്കുന്നു. അതിനായി ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ സിൻഫി സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. bg.sifz ഇത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. sifz ഫയൽ ആയതുകൊണ്ടാണ് അത് ഓപ്പൺ വഴി തുറന്നത്. അടുത്തത് ഓപ്പൺ വഴിയല്ല, കാരണം അത് PNG ഫോമാറ്റിലുള്ള ഒരു ചിത്രമാണ്. അത് തുറക്കുവാൻ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഇമേജസ് 10 തന്നെയാണ് തുറന്നു വന്നിട്ടുള്ളത്. ചേർക്കേണ്ട ചിത്രം പ്ലെയിൻ എന്നതാണ്, അത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഇമ്പോർട്ട് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇനി പ്ലെയിനിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ലെയർ പാലറ്റിൽ നോക്കുക പ്ലെയിൻ തന്നെയാണോ സെലക്ഷൻ ആയതെന്ന്. ഇനി പ്ലെയിനിനെ ആനിമേഷൻ തുടങ്ങേണ്ട ഭാഗത്തേക്ക് നീക്കി വയ്ക്കുന്നു. ആനിമേഷൻ തുടങ്ങുവാൻ വേണ്ടി ഇവിടെ കാണുന്ന ആനിമേഷൻ മോഡ് ഓൺ ആക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഫ്രെയിം പരിശോധിക്കുക. ആനിമേഷൻ തുടങ്ങാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ ഫ്രെയിമാണ്. സിൻഫിക്കിൻ്റെ ഡിഫാൾട്ട് ക്യാൻവാസിന് 120 ഫ്രെയിമാണുള്ളത്. അതുകൊണ്ട് അവസാന ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. 120ാമത്തെ ഫ്രെയിമിൽ വിമാനത്തിൻ്റെ സ്ഥാനം മാറിയില്ലെങ്കിൽ നമുക്ക് ആനിമേഷൻ അനുഭവപ്പെടുകയില്ല. സ്ഥാനം മാറ്റുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ സ്ഥാനം മാറ്റിവെക്കുകയാണ്. മുകളിലേക്ക് പോകുന്തോറും വിമാനം ചെറുതായി വരണം. അതിനിവിടെ കാണുന്ന ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് വിമാനത്തെ ചെറുതാക്കാൻ കഴിയും. അങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള നീല നിറത്തിലുള്ള ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന് വേണമെങ്കിൽ ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കാവുന്നതാണ്. വിമാനം മുകളിലേക്ക് പറന്നുയരുന്നതിൻ്റെ തോന്നൽ ഉണ്ടാക്കുവാൻ വേണ്ടി. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിമാനത്തെ ക്യാൻവാസിന് വെളിയിലേക്ക് പുറത്തേക്ക് നീക്കി വെക്കാവുന്നതാണ്, പറന്നുയർന്ന് മറയുന്ന ഒരു ഇഫക്റ്റിന് വേണ്ടി. ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ആനിമേഷൻ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണാം. ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ സീക്ക് ടു ബിഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി പ്ലേ ചെയ്യുവാനായിട്ട് ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ പ്ലേ ചെയ്തതിന് ശേഷം FLV ഫോമാറ്റിൽ വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് ഇതിനെ ഒരു വീഡിയോ ആക്കാം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്ന ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ കാണുന്ന പാത്തിലല്ല നമുക്ക് സേവ് ചെയ്യേണ്ടത്, ഹോമിലെ എക്സാം 10ലാണ്. അതുകൊണ്ട് ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ട എക്സാം 10 ഫോൾഡർ സെലക്ട് ചെയ്യണം. ഹോമിലെ എക്സാം 10 ആണ് വേണ്ടത്, അതുകൊണ്ട് ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാം 10 സെലക്ട് ചെയ്യുന്നു. എക്സാം 10 വന്നു കഴിഞ്ഞു. ഇവിടെ നെയിം എന്ന ഭാഗത്ത് ഇവിടെയുള്ളതെല്ലാം മായ്ച്ചു കളയുന്നു.
PNG ഇമേജ് ഫോമാറ്റാണ്. നമുക്ക് വേണ്ടത് വീഡിയോ ഫോമാറ്റാണ്. FLV എന്ന വീഡിയോ ഫോമാറ്റാണ്. ഇവിടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന് പേര് കൊടുത്തതിന് ശേഷം .FLV എന്ന് നമുക്ക് വേണ്ട വീഡിയോ ഫോമാറ്റിൻ്റെ എക്സ്റ്റൻഷൻ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശരിയായ രീതിയിലാണോ സേവ് ചെയ്യപ്പെടുന്നതെന്ന് ഇവിടെ കൂടി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളുടെ രജിസ്റ്റർ നമ്പറിൽ FLV ഫോമാറ്റിൽ തന്നെയാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഇനി എക്സ്പോർട്ട് ചെയ്യണം. അതിനിവിടെ റെൻഡർ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിങ് കഴിഞ്ഞിരിക്കുന്നു. സേവ് ചെയ്ത ഫയൽ ഒന്ന് തുറന്നു നോക്കാം. ഹോം തുറക്കുന്നു. X10 തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. വിമാനത്തിൻ്റെ ആനിമേഷൻ FLV ഫോമാറ്റിൽ വീഡിയോ ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു.